കോടതിയിൽ നിന്ന് അടിയേറ്റു എന്നതാണ് ചോദ്യം. ആന്റോ മൈഗസ്റ്റർ. വീണയ്ക്ക് ആശ്വാസമാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം വീണയെ സംബന്ധിച്ചിടത്തോളം ഇനി അറസ്റ്റിനെ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ പകപോക്കൽ ഇനി വീണേൻ്റെ അടുത്തോ പിണറായി വിജയൻ നടക്കില്ല ഈ വിധിയോട് കൂടിയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഇ ഡിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രേരിതമായി എന്തെങ്കിലും ഇനി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നോട്ടീസ് അയക്കുക, വിളിച്ചു വരുത്തുക, അവരെ മൊഴി രേഖപ്പെടുത്തുക, അവർക്ക് പറയാനുള്ളത് പറയുക. ഇനി എന്തെങ്കിലും അതിനകത്ത് ട്രാൻസാക്ഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥലവും ഈ പറയുന്ന ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷമുള്ള സ്ഥലം വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. എത്ര 2.72 കോടി രൂപയുടെ സ്ഥലമാണെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ പറ്റത്തില്ല കേട്ടോ. ആ 2.72 കോടി രൂപയുടെ സ്ഥലം ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ വീണയ്ക്ക് അപ്പലേറ്റ് അതോറിറ്റി പിന്നെ അഡ്ജുഡിക്കേറ്റ് അതോറിറ്റി പോകാം. അത് കഴിഞ്ഞ് അപ്പലേറ്റ് അതോറിറ്റി പോകാം. അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ വരാം. അത് കഴിഞ്ഞ് സുപ്രീം കോടതി വരാം. ഈ പറയുന്ന സംവിധാനം ഇതോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇനി മാക്സിമം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വീണയെ നോട്ടീസ് അയച്ച് വരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, CMRLനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം CMRLനോട് ആർക്കും വലിയ വ്യക്തിവൈരാഗ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. എല്ലാവരും CMRL നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, വീണ ചെയ്തതാണ് കുറ്റം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CMRL മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ എന്താണ്? അതവർ കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ്. അവരുടെ നിന്ന് രാഷ്ട്രീയക്കാർ പണം മേടിക്കും, അവർ സംഭാവന മേടിക്കും, ഒക്കെ ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾക്കും CMRL പ്രശ്നമല്ല. കാരണം CMRLൻ്റെ അടുത്തുനിന്ന് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട്. മാധ്യമങ്ങൾക്കും CMRL പ്രശ്നമല്ല. രാഷ്ട്രീയ നേതാവ് ഈ പറയുന്ന പരാതി കൊടുത്ത ഷോൺ ജോർജിനും CMRL പ്രശ്നമല്ല. CMRLനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. പ്രശ്നം മുഴുവൻ എവിടെയാണ്? പ്രശ്നം കൊണ്ടും വീണാറ്റി 2.72 കോടി വാങ്ങിയത് മാത്രമാണ് പ്രശ്നം. അതാണല്ലോ ഇ ഡിൻ്റെയും പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഈ വീണാറ്റിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവൻ റെയ്ഡ് നടത്തിയത്. അപ്പം അതിനപ്പുറത്തേക്ക് ആ കേസ് പോകും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഇതോടുകൂടി ഇത് അവസാനിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. ഇനി ഒരു ക്രിമിനൽ ഒഫൻസ് ഇ ഡി കണ്ടെത്തി എന്ന് വെക്കുക. അങ്ങനെ ഇനിയിപ്പം ഈ സിവിൽ കേസുമായി മുന്നേ ഇൻക്വയറി ആണല്ലോ നടത്തുന്നത്. ഇൻക്വയറിയായി നടത്തിയിട്ട് ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ടെന്ന് കണ്ടെത്തി, അത് ഏതെങ്കിലും പോലീസിനോടോ CBIനോടോ FIR ഇടാൻ പറഞ്ഞാൽ പോലും അതിൽ വീണ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തണം. അല്ലെങ്കിൽ CMRL ഉദ്യോഗസ്ഥർ കുറ്റക്കാരത്തിടണം. അതിൽ കുറ്റപത്രം കൊടുത്ത് അതിൽ ശിക്ഷ വിധിച്ചാൽ മാത്രമേ ഇ ഡിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ എന്താ നടത്തിയത്? അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൻ്റെ അകത്ത് സംഭവിച്ചത്, അരവിന്ദ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. CBI കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. CBI കേസിൽ കുറ്റവാളിയല്ല എന്ന് കണ്ടെത്തി. അതോടുകൂടി ഇ ഡി കേസും പോയി. അപ്പം ഇ ഡി കേസ് എടുത്തതുകൊണ്ട് മാത്രമല്ല, പക്ഷേ ഇ ഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ വിചാരണ കാലയളവുണ്ടല്ലോ, വിചാരണ കാലയളവല്ല, ഈ അന്വേഷണ കാലയളവിൽ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ് ഇ ഡിയുടെ ഏറ്റവും വലിയ ശിക്ഷ, പണിഷ്മെന്റ്. അപ്പം ഈ അന്വേഷണം നടക്കുന്ന കാലത്ത് പിടിച്ച് ജയിലിലേക്ക് അങ്ങിടും. അത് 2 വർഷം 1.5 വർഷം കഴിഞ്ഞിട്ട് അന്വേഷണം കഴിയുള്ളൂ. അത് കഴിയുമ്പോൾ അന്വേഷണം പൂർത്തീകരിക്കുന്നു പറയും, കുറ്റപത്രം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവർ ജയിലിലിറങ്ങും. അങ്ങനെയാണ് ബിനീഷ് കോടിയേരി ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അന്വേഷണ കാലയളവിൽ പിടിച്ച് ജയിലിലിടുക എന്നുള്ളതാണ്. ഈ അന്വേഷണ കാലവിൽ ജയിലിൽ പോകാതിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഇ ഡി കേസിൻ്റെ അകത്ത് അതിനകത്ത് വീണ സേഫായി, അതിനകത്ത് CMRL സേഫായി, ഈ പറയുന്ന CMRലുമായി ഇടപാട് നടത്തിയ എല്ലാവരും സേഫായി. ഈ CMRലുമായിട്ട് ഇടപാട് നടത്തിയ ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും എല്ലാം ആ കാര്യത്തിൽ സേഫായി. കാരണം എന്താണ്? അവിടെ ഒരു കേസില്ല. ഇനി അതെങ്ങനെ കേസ് വരാൻ കഴിയില്ല സാറേ. ഇനി അത് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു കേസ് വരാൻ വേണ്ടിയിട്ട്. അത് വലിയ എന്തോ സംവിധാനം കണ്ടെത്തി, അതിനൊരു ക്രിമിനൽ ഒഫൻസ് കണ്ടെത്തി, വേറെ അന്വേഷണ ഏജൻസി കൊണ്ട് FIR ഇടിച്ച് അതിൻ്റെ കക്ഷിയാവാൻ ഇ ഡിക്ക് കഴിയത്തില്ല കേട്ടോ. ഇ ഡിക്ക് പരാതി കൊടുത്തിട്ട് അവരെ കൊണ്ട് FIR ഇടിക്കാൻ കഴിയത്തില്ല. അവിടെ ഒരു FIR ഇടണം, ആ FIR ഇടപെടണം. അതിനിടാൻ വേറെ ഒരു കോടതിയിൽ പോയി ഒരു സംവിധാനം ഉണ്ടാക്കി. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിത് ആദ്യമേ മീറ്റ് ദ ഡേസിലടക്കം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഈ പോക്ക് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഇതിനി വലിയ അപ്പുറത്തേക്കൊന്നും പോകാനുള്ള സാഹചര്യം ഇല്ല. ഇതോട് കൂടിയിട്ട് മാക്സിമം പോയാൽ ഇതിൻ്റെ ഒരു സമൻസ് ഉണ്ടാവും. ഇതിനകത്ത് ഈ പ്രധാനപ്പെട്ട എല്ലാവർക്കും സമൻസ് ഒഴിവാക്കി ചിലപ്പോൾ അത് കോൺഗ്രസ് നേതാക്കന്മാരേക്ക് വരെ എത്തിയേക്കാട്ടോ. കാരണം ഇത് അവസാനിക്കണമല്ലോ. ഇത് കോൺഗ്രസ് നേതാക്കന്മാരിൽ കൂടി സമൻസ് അയച്ച് എത്തിയാലേ ഇത് പൂർണ്ണമായിട്ട് അവസാനിക്കുള്ളൂ. അല്ലെങ്കിൽ അതൊരു പകുതിക്ക് കിടക്കും. അപ്പോൾ വീണനെ മാത്രമാണ് അന്വേഷണം നടത്തി വിളിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കോടതി വിധിയിലുള്ള ഈ 182 കോടി രൂപയുടെ 134 കോടി രൂപയുടെ അന്വേഷണം നടന്നിട്ടില്ല എന്ന് വരും. അതുപോലെ തന്നെ ഈ 2 വർഷം ഉണ്ടല്ലോ, 73 ഇല്ലീഗൽ പേയ്മെന്റ്സ്. അപ്പം അതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ 72-73 കോടി രൂപ എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചാൽ പറ്റല്ലോ. അപ്പോൾ അതിനകത്താണ്. അപ്പോൾ ഇത്
ഇത് വലിയൊരു കാര്യമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്. ഞാൻ ഈ വാദം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്നേരം തന്നെ മനസ്സിലായിരുന്നു VD എടുത്ത നിലപാട് അതിൻ്റെ അകത്ത് ഇൻക്വയറിയാണ് നടക്കുന്നതെന്ന് പറയുന്നത്. അവിടെ തന്നെ അതിൻ്റെ ശൈലി നമുക്ക് മനസ്സിലാക്കാം. ഇൻക്വയറി എന്ന് പറയുന്നത് എന്താ? ഒരു അന്വേഷണ ഏജൻസി പറയുകയാണ് ഞങ്ങളുടെ ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് മനസ്സിലാക്കണമായിരുന്നു. അവിടെ നിങ്ങൾ SFI പറഞ്ഞില്ല കേട്ടോ. അവിടെ SFIയുടെ ECRന്റെ മേലെയാണ് ED അന്വേഷണം നടത്തുന്നത് പറഞ്ഞില്ല. അവിടെ അത് ഓൾറെഡി ഡൽഹി ഹൈക്കോടതിയിൽ സ്റ്റേ ആണ്. ഡൽഹിയിൽ സ്റ്റേ ആണ്. ഇവിടെ പ്രൊസീജിയർ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈക്കോടതി സ്റ്റേ ആണ്. അപ്പോൾ സിദ്ധാർത്ഥ ലൂത്ര പറയുന്ന ഒരു കാര്യം, ഇത് പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ല, ഈ പറയുന്ന എന്താണ് ഷെഡ്യൂൾ ഒഫൻസുകളൊന്നുമില്ല, അതുകൊണ്ട് അന്വേഷണമായി മുന്നോട്ട് പോകാൻ പാടില്ല, അതുകൊണ്ട് ഇവർ എൻക്വയറിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ED പറയാണ് ഞങ്ങൾ എൻക്വയറി ഒന്നും നടത്തില്ല, ഞങ്ങൾ ഇൻക്വയറിയാണ് നടത്തിയിരിക്കുന്നത്, ഞങ്ങളെ കൂടെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല, കേസുമില്ല. അപ്പോൾ ഇതങ്ങ് പറഞ്ഞിട്ട് വൃത്തിയായ ഒരു ഓർഡർ എഴുതി ഇങ്ങോട്ട് വാങ്ങി, വൃത്തിയായ ഓർഡർ ചെയ്ത്. അപ്പോൾ ED പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് കോടതി അംഗീകരിച്ചു കേട്ടോ. ED പറഞ്ഞ എല്ലാ കാര്യമായിട്ട് ഇൻക്വയറിയാണ് നടക്കുന്നതെന്നും ECR ഒരു ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് രേഖകൾ സമർപ്പിക്കാമെന്നും സിവിൽ കേസുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നും സിവിൽ കേസുമായി ബന്ധപ്പെട്ട എൻക്വയറി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാമെന്നും അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാമെന്നും. അതിന് അറ്റാച്ച്മെൻറ്റ് ഒരു പ്രശ്നമുണ്ട്. അറ്റാച്ചിന് കാണുന്ന പ്രോപ്പർട്ടി മുഴുവൻ കയറി അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഈ പ്രെഡിക്കേറ്റ് ഒഫൻസും ഷെഡ്യൂൾ ഒഫൻസും ഉണ്ടെങ്കിൽ മാത്രമാണ് മുഴുവൻ സ്വത്തും കണ്ടെത്താൻ പറ്റുള്ളൂ. സിവിൽ കേസിൻ്റെ സ്വത്ത് കണ്ടിട്ടുള്ള പ്രശ്നം എന്താ? ഏതാണോ എമൗണ്ട് ആ എമൗണ്ടിൽ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല. ആ എമൗണ്ടിൻ്റെ സാധനം കണ്ടു കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള പ്രശ്നം ഞാൻ പറഞ്ഞിട്ടേ, CMRLന് 72 കോടി രൂപ മാക്സിമം കണ്ടു കിട്ടാൻ പറ്റുള്ളൂ. CMRL എത്രയെങ്ങാനും കോടിയുള്ള കമ്പനിയാണ്, മനസ്സിലായി? അവരെ സംബന്ധിച്ചൊരു 100 രൂപ പ്രശ്നമല്ല, കാരണം ഇത് തീർന്നു കിട്ടിയാൽ മതി. 72 കൂടി ഇത് അവസാനിച്ചു. ഈ വീണേൻ്റെ കേസ് 2.72 കൂടി അവസാനിച്ചു. ഇനി വേറെ ആരെങ്കിലും കണ്ടുകിട്ടുകയാണെങ്കിൽ അവരുടെ ആ കൊടുത്ത പൈസ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം കുഞ്ഞാലിക്കുട്ടി വാങ്ങിയാലും രമേശ് ചെന്നിത്തല വാങ്ങിയാണെങ്കിലും പിടിച്ച അതിന് ശേഷം വാങ്ങിയ എന്തെങ്കിലും അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അസറ്റിൽ ഈ പൈസേൻ്റെ സാധനം മാത്രമായിട്ട് രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി എത്ര എമൗണ്ട് വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അതിനകത്ത് ഇത് പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് ഈ കേസ് വളരെ മൈന്യൂട്ടായി ഇതങ്ങ് അവസാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യം, മടിയിൽ കനമില്ലെങ്കിൽ തീരും. അല്ല, മടിയിൽ കനം അല്ല, ഇതൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ കോടതി വിധി ഈ CMRലുമായി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിധിയാണ്. ഈ വിധിനെ മുന്നോട്ട് വെച്ചിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാമെന്നറിയോ? ഇനി ഈ വിധിയുടെ അടുത്ത് സുപ്രീം കോടതി പോയിട്ട് എന്താ പറയുക? ഇത് സിവിൽ കേസിൽ അന്വേഷണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സിവിൽ കേസിലാണ് ഈ വാദം നടക്കുന്നത്, എന്തിലല്ല? ക്രിമിനൽ കേസിലല്ല വാദം നടക്കുന്നത്. ഈ പ്രെഡിക്കേറ്റ് ഒഫൻസും ഈ ഷെഡ്യൂൾ ഒഫൻസിലൊന്നും വാദമില്ല. ഇനി വാദം നടക്കുന്നത് എന്താ? സിവിൽ കേസിലാണ്. സിവിൽ കേസിലൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൻ്റെ മേലെയാണ് അന്വേഷണം നടക്കുന്നത്, അല്ലേ? ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡ് ഈ പറയുന്ന കേസ് ഓൾറെഡി തീരുമാനിച്ചു, വിധി പറഞ്ഞു കഴിഞ്ഞു. അതിന് മേലെ ഈ CMRൽ കൊണ്ട് ടാക്സ് അടച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അതിന് മേലെ വിധി വന്നു കഴിഞ്ഞു. ഇനി ഈ വിധി മുന്നോട്ട് പോകണോ എന്നുള്ളത് ആരാ തീരുമാനിക്കുക? സുപ്രീം കോടതിയെ തീരുമാനിക്കുക. അപ്പോൾ ഒരു ശിക്ഷയ്ക്ക് 2 വിധിയോ, ഒരു ശിക്ഷയ്ക്ക് 2 വിധിയോ? അപ്പം ഞാൻ പറഞ്ഞത് സിവിൽ കേസിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്. പക്ഷേ ഇത് ക്രിമിനൽ കേസോ പ്രെഡിക്കേറ്റ് ഒഫൻസോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. കാരണം എന്താ? അത് ക്രിമിനൽ കേസിന് മേലെയുള്ള കള്ളപ്പണം PMLA ആക്ട് മേലെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ സുപ്രീം കോടതി നടക്കാൻ പോകുന്ന വാദം എന്താ? ക്രിമിനൽ കേസിനെ കുറിച്ച് മിണ്ടാൻ പറ്റുമോ? ഏതെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ? ഒറ്റ കാര്യമുള്ളൂ, 2 കേസേ ഉള്ളൂ. ഒന്നാമത്തെ ഇതിൻ്റെ ആധികാരിക രേഖയായ ഈ പറയുന്ന ഇൻകം ടാക്സിൻ്റെ ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് 1. രണ്ടാമത്തെ കാര്യം എന്താ? ഇതിലെ 78 കോടി രൂപേൻ്റെ അതിനകത്ത് ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് മേടിച്ചില്ലായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇൻകം ടാക്സ് മേടിച്ചില്ലേ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അഡ്ജുഡിക്കാരോ അത് ആരാ? ഇത് വേറെ ആരും ചെയ്ത് പറയല്ല. ഇതേ CMRL സ്വമേധയാ വെളിപ്പെടുത്തുകയാണ്. എന്ത്? ഞങ്ങൾക്ക് ഇത്രയും ആവശ്യങ്ങൾക്ക് ഇത്ര ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തിയത് ശരിയല്ല. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഈ പൈസ ഉപയോഗിച്ചിട്ടുള്ളത്? ഞങ്ങളിത് അമ്പലത്തിന് കൊടുത്തിരിക്കുന്നു, മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്നു, പ്രൊമോഷന് വേണ്ടി കൊടുത്തിരിക്കുന്നു, ഇങ്ങനെ എല്ലാ പണങ്ങളും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിന് മുന്നിൽ ചെല്ലുന്നു. ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ത് പറയുന്നു? അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, ഇത് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതിൻ്റെ പിഴ അടയ്ക്കണം എന്ന് പറയുന്നു. ശരി, ഞങ്ങൾ അടച്ചേക്കാമെന്ന് പറയുന്നു. അടച്ചു കഴിഞ്ഞു. അതോടുകൂടിയിട്ട് ഇത് കള്ളപ്പണമല്ല. അപ്പം എന്തായി? ഇത് വെളുത്ത പണമായി. അപ്പം നമ്മൾ പറയുമ്പോൾ ഒരു മിനിറ്റ് ഇത് സിവിൽ കേസിലേക്ക് വന്നോണ്ടാ മാധു? നടപടികളേ ഉള്ളൂ. അല്ലല്ല, നടപടിയല്ല.
ക്രിമിനൽ നടപടി എടുക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. നടപടിയല്ല, കേസേ ഓർഡർ ഉള്ളൂ. വന്നു. ഒരു പ്രത്യേകം സിവിൽ കേസ് അല്ലല്ല, സിവിൽ കേസ് ഇല്ല, ക്രിമിനൽ കേസൊന്നും ഇല്ല. ഉണ്ട്. നടപടി ഇന്നത്തെ കോടതി വിധി അതാണ്. നടപടി ഇന്നത്തെ പ്രകാരമായിരിക്കണം. കോടതി വിധി എന്താണ്? ഇന്നത്തെ കോടതി വിധി എന്ന് പറയുന്നത് ഇത് സിവിൽ കേസാണ് എന്ന് അടിച്ചുറപ്പിക്കുന്ന സിവിൽ ആക്ഷൻ ആണ് എന്ന് പറയുന്നത്. അല്ലല്ല, ഞാൻ പറയുന്നത് അത് സിവിൽ ആക്ഷൻ ആണ് എന്ന് അടിച്ചുറപ്പിക്കുന്ന ഒരു ഉത്തരവും കൂടിയാണ്. അപ്പൊ ഇത് വളരെ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം. ഈ രണ്ട് കേസും ഏത് CMRL-നും ഈ പറയുന്ന ശശിധരൻ കർത്തയ്ക്കും വീണാ വിജയനും പക്ക നീറ്റായി ഇതിൽ കൂടുതൽ വൃത്തിയായിട്ടൊരു ഓർഡർ ED കേസിൽ കിട്ടാനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.